എയ്മ ന്യൂസ് വേൾഡ് റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമസ്കാരം, ഞാൻ ദീപ്തി നായർ, നോയിഡയിൽ നിന്ന്. ഇന്ത്യക്കാർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു ബ്രസീലിയൻ അപാരതയുമായി ഈയാഴ്ചയിലെ എയ്മ ഗ്ലോബൽ റൗണ്ടപ്പ് ഇവിടെ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ കന്നുകാലി ഇനമായ നെല്ലൂർ പശു ബ്രസീലിൽ നടന്ന ലേലത്തിൽ വിറ്റുപോയത് 40 കോടി രൂപയ്ക്ക്. ആഫ്രിക്കയിൽ ആദ്യ നാവികത്താവളം നിർമ്മിക്കാനൊരുങ്ങി റഷ്യ. ഉഗാണ്ടയുടെ ദേശീയ പക്ഷിയായ ഉഗാണ്ടൻ കൊക്കുകൾക്ക് വംശനാശം സംഭവിക്കുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് വഴിയരികിൽ ഉറങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും വിലപിടിച്ച പല രേഖകളും നഷ്ടപ്പെടുന്നതിൽ ജപ്പാൻ പരിഭ്രാന്തിയിൽ. ആഗോളതാപനം കൊക്കോ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചോക്ലേറ്റുകൾക്ക് വില കൂടും. ആഗോള ബ്രാൻഡായ KFC അവരുടെ ആസ്ഥാനം കെന്റക്കിയിൽ നിന്നും ടെക്സാസിലേക്ക് മാറ്റുന്നു. ടാൻസാനിയൻ സെമിത്തേരികളിൽ കുരിശുമോഷണം പതിവാകുന്നു. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 19 റോക്കറ്റ് ഭൗമാന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിച്ച് അവശിഷ്ടങ്ങൾ പോളണ്ടിൽ പതിച്ചു. മൂടൽമഞ്ഞിൽ നിന്നും വെള്ളം ശേഖരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതിയുമായി ശാസ്ത്രജ്ഞർ. ഒരു ഇടവേളയ്ക്ക് ശേഷം ജെയിംസ് ബോണ്ട് തിരിച്ചെത്തുന്നു. മുട്ട പുഴുങ്ങുന്നതിനുള്ള ശാസ്ത്രീയ മാർഗം വിശദമാക്കി ശാസ്ത്രജ്ഞർ. കൊറോണയെപ്പോലെ മനുഷ്യകോശത്തിൽ പ്രവേശിക്കാവുന്ന പുതിയ വൈറസ് ചൈനയിൽ കണ്ടെത്തി. ചൈനീസ് സ്റ്റാർട്ടപ്പ് ഡീപ് സീക്ക് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. ഓപ്പൺ സോഴ്സ് AI പ്രോത്സാഹിപ്പിച്ച് ചില കോഡുകൾ പൊതുപ്രദർശനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഇനമായ നെല്ലൂർ ബ്രീഡ് പശു ബ്രസീലിൽ ലേലത്തിൽ പോയത് 40 കോടി രൂപയ്ക്ക്. ബ്രസീലിലെ മിനാസ് ജെറായ്സിൽ നടന്ന ലേലത്തിലാണ് വിയാരിന എന്ന പശു $4.8 മില്യൺ വിറ്റുപോയത്. ഇത് ലോകത്തിൽ തന്നെ ഒരു പശുവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിലയാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയുടെ പേരാണ് ഈ ഇനത്തിന് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പശു എന്ന റെക്കോർഡിന് ഉടമയായ വിയാരിനയ്ക്ക് 1101 കിലോ ഭാരമാണുള്ളത്. ഈ ഇനത്തിൽപ്പെട്ട പശുക്കളുടെ ശരാശരി ഭാരത്തേക്കാൾ ഇരട്ടിയോളം വരും ഇത്. കഴുത്തിന് പുറകിലായി ഒരു മുഴയുള്ളതാണ് ഈ പശുക്കളെ മറ്റിനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. തികച്ചും വ്യത്യസ്തമാർന്ന ജനിതക ഘടന കൊണ്ടും ശാരീരിക പ്രത്യേകതകൾ കൊണ്ടും ലോക പ്രശസ്തയാണ് വിയാരിന. തന്റെ ശക്തമായ മാംസപേശികളുടെയും വ്യത്യസ്തമായ ജനിതക പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മിസ്സ് സൗത്ത് അമേരിക്ക കിരീടവും ഈ നെല്ലൂർ പശു സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക ജനിതക ഘടനയുള്ളതിനാൽ തന്നെ വിയാരിനയുടെ അണ്ടങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുമുണ്ട്. കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനായിട്ടാണിത്. ഒങ്കോൾ കന്നുകാലികൾ എന്നുകൂടി അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിന്റെ സ്വന്തം സ്പീഷീസ് ആഗോളവേദിയിൽ കരുത്തു തെളിയിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു വാർത്തയോട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡു പ്രതികരിച്ചത്. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് ആര്യന്മാർക്കൊപ്പമാണ് ഈ ഇനം കന്നുകാലികൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലെത്തിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ സ്വാധീനിക്കാൻ വൻശക്തികൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ആഫ്രിക്കയിൽ തങ്ങളുടെ ആദ്യത്തെ നാവിക ആസ്ഥാനം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. സുഡാനിലായിരിക്കും ചെങ്കടലിനോട് ചേർന്ന് ആസ്ഥാനം നിർമ്മിക്കുക. കഴിഞ്ഞയാഴ്ച മോസ്കോവിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ കരാർ നടപ്പിലാവുകയാണെങ്കിൽ അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം റഷ്യൻ നേവിയുടെ സാന്നിധ്യവും ആഫ്രിക്കയിൽ ശക്തമാകും. ജിബൂട്ടിയുടെ തെക്ക് ഭാഗത്താണ് അമേരിക്കയുടെയും ചൈനയുടെയും നാവിക ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സൂയസ് കനാലിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു സമുദ്രമാർഗമാണ് ചെങ്കടൽ. ആഗോള വാണിജ്യത്തിലെ 12% ചരക്കുകൾ കടന്നുപോകുന്നത് ഈ വഴിയാണ്. 2017 സുഡാൻ തീരത്ത് റഷ്യയ്ക്ക് നാവിക ആസ്ഥാനം നിർമ്മിക്കാൻ അനുവദിക്കാമെന്ന അഭിപ്രായം സുഡാൻ ഉയർത്തിയത്. തുടർന്ന് 2020 ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടു. ഇതനുസരിച്ച് ആണവായുധ വാഹിനി ഉൾപ്പെടെ 4 നാവിക കപ്പലുകൾ അടുത്ത 25 വർഷത്തേക്ക് റഷ്യയ്ക്ക് സുഡാൻ തീരത്ത് സൂക്ഷിക്കാം. മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യമിട്ടല്ല നാവികാസ്ഥാനം നിർമ്മിക്കുന്നതെന്നും പ്രതിരോധവും ചരക്കു ഗതാഗത സുരക്ഷയും മാത്രമാണ് ലക്ഷ്യമെന്നും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉഗാണ്ടയുടെ ദേശീയ പക്ഷി കൂടിയായ ഉഗാണ്ടൻ കൊക്കിന് വംശനാശം സംഭവിക്കുന്നു. സ്വർണ്ണകിരീടവും ചുവന്ന തൊണ്ടയും മെലിൻകരുത്ത കാലുകളുമുള്ള ഈ പക്ഷി ഉഗാണ്ടൻ പതാകയിലും ദേശീയ ചിഹ്നത്തിലും ഇടം നേടിയിട്ടുള്ള പക്ഷിയാണ്. ഉഗാണ്ടൻ നിയമമനുസരിച്ച് ഈനം പക്ഷികളെ കൊല്ലുന്നവർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷയായി ലഭിക്കുക. ഉഗാണ്ടൻ കൊക്കുകളെ സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദീർഘായുസിന്റെയും അടയാളമായി കരുതുന്ന ഉഗാണ്ടൻ പ്രാചീന ഗോത്രവിശ്വാസങ്ങളും ഈ പക്ഷിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഇനം പക്ഷികളിൽ ഒന്നിനെ കൊന്നാൽ അതിന്റെ ബന്ധുക്കൾ ഒത്തുചേർന്ന് കൊലയാളിയുടെ വീട്ടിലെത്തുമെന്നും അയാൾക്ക് ഭ്രാന്താവുകയോ മരണപ്പെടുകയോ ചെയ്യുന്നതുവരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി കരയുമെന്നുമാണ് ഗോത്രവർഗ വിശ്വാസം. ഇത്രയൊക്കെ സംരക്ഷണമുണ്ടായിട്ടും ഇന്ന് ഉഗാണ്ടൻ കൊക്കുകൾക്ക് വംശനാശം സംഭവിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ അതിക്രമിച്ചെത്തി ധാന്യമണികൾ കൊത്തിപ്പറിക്കുന്ന കൊക്കുകളെ ധാരാളമായി കർഷകർ വിഷം കൊടുത്ത് കൊന്നൊടുക്കുന്നുണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. മാത്രമല്ല, ജനസംഖ്യ വർദ്ധിച്ചതോടെ പല നീർത്തടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറിയപ്പോൾ ഇവയുടെ സ്വാഭാവിക ആവാസസ്ഥാനം നഷ്ടമായതും വംശനാശത്തിന് കാരണമാകുന്നതായി ശാസ്ത്രജ്ഞർ പറയുന്നു. നീർത്തടങ്ങളിൽ ലഭ്യമായ പുൽവിത്തുകൾ, ചെറിയ തവളകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ സ്വാഭാവിക ഭക്ഷണം. ഇത് ലഭിക്കാതെ വരുന്നതിനാലാണ് ഇവ കൃഷിയിടങ്ങൾ ആക്രമിക്കുന്നതെന്നും അവർ പറയുന്നു. 1970-കളിൽ 1 ലക്ഷത്തിലധികം ഉഗാണ്ടൻ കൊക്കുകളായിരുന്നു ഉഗാണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 10,000 താഴെ മാത്രം കൊക്കുകളെ ഇവിടെയുള്ളൂ.
മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നത് പരക്കെ സമ്മതിക്കുന്ന ശാസ്ത്രീയ സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മദ്യപാനം ജപ്പാൻ സർക്കാരിന് സൃഷ്ടിക്കുന്നത് വല്ലാത്ത തലവേദനയാണ്. വാരാന്ത്യങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഓഫീസുകളിൽ നിന്നും ഔദ്യോഗിക രേഖകളുമായി പോകുന്നവർ മദ്യത്തിന്റെ ലഹരിയിൽ അത് വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് തലവേദന സൃഷ്ടിക്കുന്നത്. അടുത്തിടെ ജാപ്പനീസ് ധനകാര്യ വകുപ്പിലെ കസ്റ്റംസ് ടാരിഫ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വൈകിട്ട് തന്റെ സഹപ്രവർത്തകന് മദ്യപിക്കാൻ പോയി. ടോക്കിയോയിൽ നിന്നും തെക്ക് മാറിയുള്ള യോക്കോഹാമ നഗരത്തിലാണ് സംഭവം നടക്കുന്നത്. മദ്യപാനം തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ 5 ഗ്ലാസ് ബിയർ കുടിച്ച ഉദ്യോഗസ്ഥൻ ബാറിൽ നിന്നുമിറങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി എന്നോർക്കുന്നത്. വളരെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ളവ ആ ബാഗിൽ ഉണ്ടായിരുന്നു എന്നാണ് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. 187 ആളുകളുടെ കേസുകളുടെ സുപ്രധാന വിവരങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ബാഗ് തിരികെ ലഭിച്ചിട്ടില്ല എന്നത് ധനകാര്യ മന്ത്രാലയത്തെ അസ്വസ്ഥരാക്കുന്നു. ഈ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ നഷ്ടമായി. മദ്യപിച്ച് ലക്കുകെട്ട ഇയാൾ നിരത്തുവക്കിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം ഇയാൾ അറിയുന്നത്. ഏകദേശം 4.5 ലക്ഷത്തോളം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയ ഫയലാണ് നഷ്ടമായത്. തട്ടിപ്പുകാർ ആരും തന്നെ ഈ വിവരങ്ങൾ ഇതുവരെ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ ഇന്നത്തെ ഭൗമരാഷ്ട്രീയത്തിന്റെ ഗൗരവകരമായ ചർച്ചാ വിഷയങ്ങളാകുമ്പോൾ സാധാരണക്കാർക്കും അതിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഈ വാർത്ത മുന്നറിയിപ്പ് നൽകുന്നത്. ആഴ്ചകളോളം തുടർച്ചയായി അനുഭവപ്പെടുന്ന കടുത്ത ചൂട് മൂലം ചോക്ലേറ്റുകളിലെ പ്രധാന ചേരുവയായ കൊക്കോ കൃഷി വേണ്ടത്ര ഉത്പാദനക്ഷമമല്ലാതാകുന്നതിനാൽ ചോക്ലേറ്റുകൾക്ക് വില ക്രമമായി ഉയരുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കൊക്കോവിന്റെ 70% ആഫ്രിക്കയിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊക്കോ ചെടിയുടെ പരിപ്പിൽ നിന്നാണ് ചോക്ലേറ്റുകളുടെ പ്രധാന ചേരുവ ഉത്പാദിപ്പിക്കുന്നത്. കൊക്കോ ഉത്പാദനം കുറഞ്ഞതോടെ ഈ ചേരുവയുടെ വില ക്രമാതീതമായി ഉയരുകയാണ്. എണ്ണ, കൽക്കരി, മീഥേൻ വാതകം എന്നിവ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ദൈർഘ്യമേറിയ കാലയളവിൽ കടുത്ത ചൂട് അനുഭവപ്പെടാൻ കാരണമാകുന്നത് എന്നാണ് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ വെളിപ്പെട്ടത്. ഐവറി കോസ്റ്റ്, ഗാന, കാമറൂൺ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി അനുഭവപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവുമധികം കൊക്കോ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഐവറി കോസ്റ്റും ഗാനയും. ഇന്ത്യക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് യുവതലമുറയ്ക്കിടയിൽ ഏറെ വിശേഷണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒന്നാണ് KFC. അമേരിക്കയിലെ കെന്റുക്കി ആസ്ഥാനമായി ആരംഭിച്ച കെന്റുക്കി ഫ്രൈഡ് ചിക്കനാണ് പിന്നീട് KFC എന്ന ത്രയാക്ഷരിയായി ലോകം കീഴടക്കിയത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത KFC തങ്ങളുടെ തറവാട് വിട്ടൊഴിയുന്നു എന്നാണ്. തങ്ങളുടെ ആസ്ഥാനം കെന്റുക്കിയിൽ നിന്നും ടെക്സാസിലേക്ക് പറിച്ചു നടുകയാണ് ഈ ആഗോള ഭക്ഷണ ശൃംഖല. എന്നിരുന്നാലും കെന്റുക്കി ഫൗണ്ടേഷൻ പോലെ ചില പ്രവർത്തനങ്ങൾ കെന്റുക്കിയിൽ തന്നെ തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. തറവാട് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നില്ല എന്ന് സാരം. അടുത്ത കാലത്തായി ടെക്സാസിലെ കുറഞ്ഞ നികുതിയും വ്യാപാര സൗഹൃദ നിലപാടുകളും കാരണം നിരവധി കമ്പനികൾ അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ടെക്സാസിലേക്ക് ആസ്ഥാനം മാറ്റിയിട്ടുണ്ട്. താൻ മാത്രമല്ല KFCയുടെ സ്ഥാപകനും ഈ തീരുമാനത്തിൽ ദുഃഖിതനായിരിക്കുമെന്നായിരുന്നു വാർത്ത അറിഞ്ഞ് കെന്റുക്കി ഗവർണർ പ്രതികരിച്ചത്. സുസ്ഥിരമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു KFC ഉടമകളായ എം ബ്രാൻഡ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഡേവിഡ് ജിബ്സ് പ്രതികരിച്ചത്. എന്നാൽ കെന്റുക്കി എന്ന പേര് ഉപയോഗിച്ച് കെന്റുക്കി സംസ്ഥാനത്തിന്റെ സംസ്കാരവും പൈതൃകവും വിറ്റാണ് കമ്പനി വളർന്നതെന്ന് മറക്കരുത് എന്നാണ് ഗവർണർ ഓർമ്മപ്പെടുത്തുന്നത്. ടാൻസാനിയൻ നഗരമായ മൊറോഗോറോയിൽ സെമിത്തേരികളിൽ കയറി കല്ലറകളിൽ സ്ഥാപിച്ചിട്ടുള്ള ലോഹ കുരിശുകൾ മോഷ്ടിക്കുന്നത് തുടർക്കഥയാവുകയാണ്. കുരിശുകൾ മാത്രമല്ല, കല്ലറകളിൽ പാകിയിട്ടുള്ള ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവയും മോഷ്ടാക്കൾ കൊണ്ടുപോവുകയാണ്. സെമിത്തേരി ജീവനക്കാരും കാവൽക്കാരുമില്ലാത്ത രാത്രികാലങ്ങളിലാണ് മോഷണം നടക്കുന്നത്. നഗരത്തിലെ കോള മുനിസിപ്പൽ സെമിത്തേരിയിൽ നിന്നു മാത്രം 250-ൽ-അധികം കുരിശുകളാണ് മോഷണം പോയത് എന്ന് അറിയുമ്പോഴേ ഇതിന്റെ ഗൗരവം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. മോഷണശ്രമത്തിനിടെ കല്ലറകൾ വികൃതമാക്കുന്ന മോഷ്ടാക്കൾ ഇളക്കി മാറ്റാൻ സാധിക്കാത്ത കുരിശുകൾ വളച്ചു വെക്കാറുമുണ്ട്. ഈ കുരിശുകൾ സ്ക്രാപ്പ് കച്ചവടക്കാർക്ക് നൽകിയാൽ കിലോഗ്രാമിന് 700 മുതൽ 850 വരെ ടാൻസാനിയൻ ഷില്ലോങ് ലഭിക്കും. ഇത് വലിയ തുകയൊന്നുമല്ല. ഏതായാലും സർക്കാരും മതസംഘടനകളും ഇപ്പോൾ സെമിത്തേരി മോഷ്ടാക്കൾക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശനം നടത്തിയ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് പോളണ്ടിന് മുകളിൽ വെച്ച് തകർന്നു. ഫെബ്രുവരി 19 കിഴക്കൻ യൂറോപ്പിന്റെ അന്തരീക്ഷത്തിൽ വെളിച്ചം പരത്തിക്കൊണ്ട് ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് ദൃക്സാക്ഷികളായ പ്രദേശവാസികൾ വിശ്വസിച്ചത് അന്യഗ്രഹജീവികൾ വരുന്നു എന്നായിരുന്നവത്രേ. ഡെൻമാർക്ക്, സ്വീഡൻ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലും സമാനമായ ദൃശ്യം കാണുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. ആളുകളെയും ചരക്കുകളെയും ബഹിരാകാശത്തെത്തിക്കുന്നതിനായിട്ടാണ് എലൻ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പുനരുപയോഗം ചെയ്യാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ റോക്കറ്റ്. കാലിഫോർഫിക് സമുദ്രത്തിൽ പതിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യമെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോഫിസിസിസ്റ്റ് ഡോക്ടർ ജോനാഥൻ മെക്ഡോവൽ പറഞ്ഞു. ഉപഗ്രഹങ്ങളുടെയും റോക്കറ്റുകളുടെയും അവശിഷ്ടങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇവയിലേറെയും അന്തരീക്ഷത്തിൽ വെച്ചുതന്നെ കത്തി നശിക്കാറാണ് പതിവ്. ഫാൽക്കൺ 9-ന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ പോളണ്ടിൽ 2 നിന്നായി കണ്ടെടുത്തിട്ടുണ്ട്.
ലോകത്തിലെ പല നഗരങ്ങളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജലക്ഷാമം. അതുപോലെ തന്നെ പല നഗരങ്ങളും അഭിമുഖീകരിക്കുന്ന മറ്റൊരു ശല്യമാണ് മൂടൽമഞ്ഞ്. മൂടൽമഞ്ഞിൽ നിന്നും ജലം ശേഖരിച്ച് വരൾച്ച ബാധിച്ച പല നഗരങ്ങളിലും വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ചിലിയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പറയുന്നത്. ചിലിയിൽ ആൾട്ടോ ഹോസ്പിസിയോ നഗരത്തിൽ ഇത് സാധ്യമാക്കുന്നതിനുള്ള പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവർ ഇങ്ങനെയൊരു അനുമാനത്തിൽ എത്തിച്ചേർന്നത്. ഈ ഭാഗത്ത് പ്രതിവർഷം ലഭിക്കുന്നത് ശരാശരി 5 മില്ലിമീറ്റർ മഴ മാത്രമാണ്. ദാരിദ്ര്യം, മയക്കുമരുന്ന്, ചേരികൾ എന്നിങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഈ നഗരം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ വിർജീനിയ കാർട്ടർ ഗംഭേരിനി പറയുന്നു. ജലവിതരണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഇവിടെയുള്ള ജനങ്ങൾ കുടിവെള്ളത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് ടാങ്കറുകളിൽ ലഭിക്കുന്ന വെള്ളത്തെയാണ്. മഴയായി പെയ്തിറങ്ങാതെ ഈ പർവ്വത നഗരത്തിനു മേൽ ഉരുണ്ടുകൂടുന്ന മൂടൽമഞ്ഞ് കുടിവെള്ളത്തിന്റെ സുപ്രധാന സ്രോതസ്സാണ് എന്നും ഡോക്ടർ വിർജീനിയ പറയുന്നു. 2 തണ്ടുകൾക്കിടയിലായി ചെറിയ കണ്ണികളുള്ള വല സ്ഥാപിക്കുന്നതാണ് മൂടൽമഞ്ഞ് കൃഷി എന്നറിയപ്പെടുന്ന മൂടൽമഞ്ഞിൽ നിന്നും ജലമെടുക്കുന്ന പ്രക്രിയയുടെ ആദ്യപടി. ഈർപ്പം നിറഞ്ഞ മൂടൽമഞ്ഞ് ഈ വലയ്ക്കുള്ളിലൂടെ കടന്നുപോകുമ്പോൾ അതിലെ ജലകണികകൾ ഈ വലയിൽ പറ്റിപ്പിടിക്കുകയും ഇവ പിന്നീട് കുഴൽമാർഗം ജലസംഭരണികളിൽ എത്തിക്കുകയുമാണ് ഇതിൽ ചെയ്യുന്നത്. തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും പല ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ഇത് ചെറിയ രീതിയിൽ പതിറ്റാണ്ടുകളായി ചെയ്തു വരുന്നുണ്ട്. സഹാറ മരുഭൂമിയോട് ചേർന്ന് മൊറോക്കോയിലാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂടൽമഞ്ഞ് കൃഷിയിടം. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത് കൂടുതൽ വിപുലമായ രീതിയിലും സുസ്ഥിരമായും ചെയ്യാവുന്നതാണെന്നാണ് ഡോക്ടർ വിർജീനിയ പറയുന്നത്. 17,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വല കൊണ്ട് പ്രതിവാരം 3 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാനാവും എന്നാണ് അവർ പറയുന്നത്. മൈ നെയിം ഈസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. ഒന്നിലധികം തലമുറകളിലെ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച ആ ഡയലോഗ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുന്നു. 1962-ൽ ആൽബർട്ട് കബ്ബി ബ്രോഗോളി ആരംഭിച്ച ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പരമ്പര പിന്നീട് അദ്ദേഹത്തിന്റെ മകളായ ബാർബറ ബ്രോഗോളിയും ദത്തുപുത്രനായ മൈക്കൽ ജി വിൽസണുമായിരുന്നു മുന്നോട്ട് നയിച്ചത്. 2021-ൽ പുറത്തിറങ്ങിയ നോ ടൈം ടു ഡൈ ആയിരുന്നു ഇവരുടെ കൂട്ടുകെട്ടിൽ വന്ന അവസാനത്തെ ജെയിംസ് ബോണ്ട് ചിത്രം. മറ്റെല്ലാ ബോണ്ട് ചിത്രങ്ങളിലെയും പോലെ ഇതിലും അവസാനം ജെയിംസ് ബോണ്ട് വിൽ റിട്ടേൺ എന്ന് എഴുതിക്കാണിച്ചെങ്കിലും കഴിഞ്ഞ 3-4 വർഷങ്ങളായി പുതിയ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. 2022-ൽ ചിത്രത്തിന്റെ നിർമ്മാണാവകാശം ആമസോൺ MGM സ്റ്റുഡിയോസിന് കൈമാറിയതിനെ തുടർന്നുണ്ടായ ചില തർക്കങ്ങളായിരുന്നു പുതിയ ബോണ്ട് ചിത്രം പുറത്തു വരാത്തതിന് കാരണമായി ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ബോണ്ടിന്റെ മാതൃസ്ഥാപനമായ MGM സ്റ്റുഡിയോസ് ആമസോൺ വാങ്ങിയതോടെയാണ് ഈ കൂട്ടുകെട്ട് ആരംഭിച്ചത്. മുടക്കുമുതലിന് ലാഭം വേണമെന്ന പക്ഷക്കാരനായിരുന്നു ആമസോൺ ഉടമ ജെഫ് ബെസോസ് എങ്കിൽ ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു ബാർബറ ബ്രോക്കോളിയുടെയും മൈക്കൽ ജി വിൽസന്റെയും പ്രഥമ പരിഗണന. ഈ തർക്കമാണ് പുതിയ സിനിമ നീണ്ടുപോകാൻ കാരണമായത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇതു സംബന്ധിച്ച് പുതിയ കരാർ ഉണ്ടാക്കിയെന്നാണ്. ഇതോടെ ചിത്രത്തിന്റെ സർഗാത്മക നിയന്ത്രണവും ജെഫ് ബെസോസിന്റെ കൈവശം വന്നുചേരും. ഇതോടെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ജെയിംസ് ബോണ്ട് അമേരിക്കൻ നിയന്ത്രണത്തിലാകുന്നു എന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിയന്ത്രണം ആരുടേതാണെങ്കിലും തങ്ങളുടെ വീരനായകൻ തിരിച്ചുവരുന്ന സന്തോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള ജെയിംസ് ബോണ്ട് ആരാധകർ. മുട്ട പുഴുങ്ങാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ എന്തു വിഡിത്തമാണ് ചോദിക്കുന്നത് എന്നായിരിക്കും നിങ്ങളിൽ പലരുടെയും പ്രതികരണം. എന്നാൽ അങ്ങനെ ഒരു മുൻവിധി ഉണ്ടാകുന്നതിന് മുൻപായി ഒന്നറിയണം, മുട്ട പുഴുങ്ങൽ ഒരു ചെറിയ പണിയല്ല. മുട്ടയുടെ വെള്ളക്കരുവിന്റെയും മഞ്ഞക്കരുവിന്റെയും രാസഘടന ഏറെ വ്യത്യസ്തങ്ങളായതിനാൽ മുട്ട പുഴുങ്ങുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ 2 ഭാഗങ്ങളുടെയും തനത് രുചിയും പോഷകഗുണവും നിലനിർത്തണമെങ്കിൽ ഇവ രണ്ടും വ്യത്യസ്ത താപനിലകളിൽ പുഴുങ്ങേണ്ടതായി വരും എന്നും അവർ പറയുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് എന്ന ശാസ്ത്ര ജേർണലിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6 പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ അവർ പറയുന്നത്, പീരിയോഡിക് കുക്കിംഗ് എന്ന പുതിയ വിദ്യ ഉപയോഗിച്ചാൽ മുട്ടയുടെ മഞ്ഞക്കരുവിന്റെയും വെള്ളയുടെയും തനത് രുചിയും പോഷക ഗുണങ്ങളും ചോർന്നു പോകില്ല എന്നാണ്. നല്ല ചൂടുള്ള വെള്ളത്തിലും ഇളം ചൂടുള്ള വെള്ളത്തിലും മാറി വേവിക്കുന്ന ചാക്രിക രീതിയാണിത്. ഇങ്ങനെ ചെയ്താൽ മുട്ടയുടെ തനത് രുചി മാത്രമല്ല ആകൃതി പോലും മാറാതെ ലഭിക്കുമെന്ന് അവർ പറയുന്നു. മാത്രമല്ല മുട്ടയിലെ പല പോഷകാംശങ്ങളും നഷ്ടപ്പെടുകയുമില്ല. 32 മിനിറ്റ് കാത്തിരിക്കാനുള്ള ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്കും വീട്ടിൽ ഇത്തരത്തിൽ മുട്ട പുഴുങ്ങിയെടുക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. രണ്ടു വർഷക്കാലത്തോളം ലോകത്തെ തടവറയിലടച്ച കൊറോണ വൈറസിന്റെ ഇതിന് സമാനമായ കോശോപരിതല പ്രോട്ടീൻ ഉപയോഗിച്ച് മനുഷ്യകോശങ്ങളിലേക്ക് അതിക്രമിച്ചു കയറുന്ന മറ്റൊരു വൈറസിനെ ചൈനയിൽ കണ്ടെത്തി. കൊറോണയ്ക്ക് കാരണമായ SARS-CoV-2 വൈറസിനെ പോലെ ഇതും വവ്വാലുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. എന്നാൽ SARS-CoV വൈറസിനെ പോലെ ഇതിന് അതിവേഗം മനുഷ്യകോശത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് സെൽ എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. HKU5-CoV-2 വൈറസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ വൈറസിനും ACE2 റിസപ്റ്റർ പ്രോട്ടീൻ ഉപയോഗിച്ച് മനുഷ്യകോശത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന ഫ്യൂരിൻ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതേസമയം പഠന റിപ്പോർട്ടിനോട് അമിതമായ ആശങ്കയോടെ പ്രതികരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയിലെ പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ മൈക്കൽ ഈസ്റ്റർഹോം പറയുന്നത്. സമാനമായ വൈറസുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി 2019-ലേതിനെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. കോവിഡിന് ആരംഭം കുറിച്ചെന്ന് കരുതപ്പെടുന്ന വുഹാനിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നടന്ന ഗവേഷണത്തിലാണ് ഈ പുതിയ വൈറസിനെയും കണ്ടെത്തിയത്. കുറഞ്ഞ ചെലവിലൂടെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ലോകത്തെ ഞെട്ടിച്ച ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുകയാണ്.
ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആശയത്തോട് തങ്ങൾക്കുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നതിനായി തങ്ങളുടെ മോഡലിന്റെ ചില കോഡുകൾ പൊതുവായി പങ്കുവയ്ക്കാമെന്നാണ് അവർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച 5 കോഡ് റിപ്പോസിറ്ററികൾ ഓപ്പൺ സോഴ്സ് ആക്കുമെന്നാണ് അവർ സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. തുടക്കം എന്ന നിലയിൽ ഇത് ചെറിയൊരു നീക്കം മാത്രമാണെന്നും ഇത് ഭാവിയിലും തുടരുമെന്നും ഡീപ്സീക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണ സുതാര്യതയോടെയാണ് തങ്ങൾ കോഡ് പങ്കുവയ്ക്കുന്നതെന്നും കമ്പനി പറഞ്ഞു. ഇവരുടെ ഓപ്പൺ സോഴ്സ് AI കോഡ് എന്ന ആശയം തന്നെയാണ് മറ്റ് ചൈനീസ് കമ്പനികളിൽ നിന്നും ഡീപ്സീക്കിനെ വ്യത്യസ്തമാക്കുന്നത്. മറ്റ് ചൈനീസ് കമ്പനികൾ എല്ലാം തന്നെ അമേരിക്കൻ കമ്പനികളുടെ പാത പിന്തുടർന്ന് ക്ലോസ്ഡ് സോഴ്സ് ആണ് താൽപര്യപ്പെടുന്നത്. തങ്ങളുടെ AI മോഡലുകൾ വാണിജ്യവൽക്കരിക്കാൻ താൽപര്യമില്ലെന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡീപ്സീക്ക് സ്ഥാപകൻ ലിയാങ് വെൻഫെങ് പറഞ്ഞിരുന്നു. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.